ചാലക്കുടി മുരിങ്ങൂരിൽ ദേശീയപാത നിർമ്മാണം നടക്കുന്ന ഇടത്ത് മണ്ണിടിഞ്ഞു വീണു. ഏകദേശം 10 അടിയോളം താഴേക്കാണ് മണ്ണിടിഞ്ഞു വീണത്. ഈ ഭാഗത്ത് സർവീസ് റോഡിൽ ഗതാഗതം ഒറ്റ വരിയാക്കി മാറ്റിയിട്ടുണ്ട്. അവിടെ നിന്നുള്ള ദൃശ്യങ്ങളാണ് കാണുന്നത്. MS ലിഷോയുണ്ട്. ലിഷോ, അശാസ്ത്രീയമായ ദേശീയപാത നിർമ്മാണം അതൊരു വലിയ പ്രതിസന്ധിയായി, തലവേദനയായി തുടരുകയാണ്. യാത്രക്കാർക്കും അതുപോലെ തന്നെ പൊതുസമൂഹത്തിനാകെയും ഇങ്ങനെയാണോ ഒരു പൊതുഗതാഗത സംവിധാനം മെച്ചപ്പെടുത്തേണ്ടത്, ഇങ്ങനെയാണോ പണിയേണ്ടത്, ചോദിക്കാനും പറയാനും ആരുമില്ലേ എന്നതാണ് ഇപ്പോഴത്തെ സ്ഥിതി. ഇപ്പോഴത്തെ വീണ്ടും മണ്ണിടിച്ചിലുണ്ടായിരുന്നു. വിവരങ്ങൾ എങ്ങനെയാണ്? നാളെ ഈ ദേശീയപാത അതോറിറ്റി നൽകിയ ഹർജിയിൽ ഇപ്പോൾ വീണ്ടും ഈ വിധി പറയാനായിട്ടിരിക്കുകയാണ്. ടോൾ പിരിവ് നിർത്തിവെച്ച ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പിന്നീട് ഇപ്പോൾ കോടതിയിൽ നിന്ന് ഇത്തരത്തിൽ ഈ നിലപാട് വ്യക്തമാക്കാനിരിക്കുന്നതിനിടെയാണ് ഇന്ന് രാവിലെ 5:30 കൂടി ഇത്തരത്തിൽ സർവീസ് റോഡിൽ മണ്ണിടിഞ്ഞ് വീണത്. ദേശീയപാതയുടെ അടിപ്പാത നിർമ്മാണത്തിന് വേണ്ടി ആഴത്തിലുള്ള കുഴി നിർമ്മിച്ചിരിക്കുന്ന ആ ഒരു ഇടത്താണ് ഒരു ഭാഗം പൂർണ്ണമായും ഇടിഞ്ഞു വീണത്. ഇതിലൂടെയുള്ള ഗതാഗതം ഇതോടുകൂടി താറുമാറായി. ഒരു വരിയായാണ് ഇപ്പോൾ ഗതാഗതം വിടുന്നത്. പക്ഷേ ഇന്നിപ്പോൾ ഞായറാഴ്ചയായതിനാൽ തന്നെ അത്രത്തോളം ബുദ്ധിമുട്ടുണ്ടാകില്ല. പക്ഷേ അടുത്ത ദിവസം മുതൽ തന്നെ കൂടുതൽ ഗതാഗതം അതിലൂടെ ഉണ്ടാകുമ്പോൾ ഒറ്റവരിയായി വാഹനങ്ങൾ കടത്തിവിടേണ്ടി വരുന്നത് ഒരു പ്രതിസന്ധിയാകും. മാത്രമല്ല, ഇവിടുത്തെ ഈ മണ്ണിടിഞ്ഞ് വീണ ഭാഗത്ത് തുടർന്നും ഇനി ഭാരവാഹനങ്ങളൊക്കെ തന്നെ നിരവധി പോകുന്ന ഒരു വഴിയാണ്. അതുകൊണ്ട് തന്നെ ഇനിയും മണ്ണിടിഞ്ഞു പോകാനുള്ളൊരു സാധ്യത ഉണ്ട് എന്നുള്ളൊരു കണക്കുകൂട്ടലാണ് ഉള്ളത്. എന്തായാലും അറ്റകുറ്റപ്പണികൾ നടത്തുന്നതിന് വേണ്ടിയുള്ള ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ ജീവനക്കാരും ഒക്കെ തന്നെ ഇപ്പോൾ അവിടെ എത്തിയിട്ടുണ്ട്.